ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്ത് ഹജ്ജ് വിസയുമായി എത്തുന്നവർ വിസ കാലാവധി തീരും മുമ്പ് രാജ്യത്ത് നിന്നും മടങ്ങണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. നിശ്ചിത സമയത്തിനുള്ളിൽ പോകാതിരുന്നാൽ നിയമലംഘനമായി കണക്കാക്കും. ശിക്ഷാവിധി ആവശ്യപ്പെടുന്ന നിയമലംഘനമാണെന്നും മന്ത്രാലയം അറിയിച്ചു. വിസ കാലഹരണപ്പെടുന്നതിന് മുമ്പ് പുറപ്പെടുന്നതാകും ഏറ്റവും മികച്ച രീതി. ഹജ്ജ് വിസ ഹജ്ജിന് മാത്രമേ സാധുതയുള്ളൂ. ആ വിസ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് സൗദി അറേബ്യ മയക്കുമരുന്നതിനെതിരെ തുടരുന്ന സുരക്ഷാ ക്യാമ്പയിൻ വിജയകരമാണെന്ന് സൗദി ആഭ്യന്തര ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ നാസിർ ബിൻ അബ്ദുൽ അസീസ് അൽ ദാവൂദ് അറിയിച്ചു. ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നടന്ന മയക്കുമരുന്ന് നിർമ്മാർജ്ജനം സംബന്ധിച്ച രണ്ടാമത് ബാഗ്ദാദ് ഇന്റർനാഷണൽ കോൺഫറൻസ് 2024 സൗദി പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകിയ പ്രഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്നിനെതിരെ രാജ്യത്ത് ക്യാമ്പയിൻ തുടരുകയാണ്. ഇത് മയക്കുമരുന്നുകളുടെ ഭീഷണിയും അവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും കുറയ്ക്കാനിടയാക്കിയിട്ടുണ്ട്. സംഘടിത കുറ്റകൃത്യങ്ങളെ നേരിടുന്നതിന് പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ സഹകരണ നടപടികൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രി വ്യക്തമാക്കി. നേപ്പാളിൽ ഷൗര്യ എയർലൈൻസിന്റെ വിമാനം ടേക്ക് ഓഫിനിടെ തകർന്നു വീണ് 18 പേർ മരണപ്പെട്ടു. ഗുരുതര പരിക്കേറ്റ ക്യാപ്റ്റൻ MR ഷാക്യ ചികിത്സയിലാണ്. ജീവനക്കാരുൾപ്പെടെ 19 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നതെന്ന് വിമാനത്താവള വക്താവ് പ്രേംനാഥ് ഠാക്കൂർ അറിയിച്ചു. കാഠ്മണ്ഡു ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കാഠ്മണ്ഡുവിൽ നിന്നും പൊക്രയിലേക്ക് പുറപ്പെട്ടതാണ് വിമാനം. ടേക്ക് ഓഫിനിടെ വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറിയാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളം പൂർണ്ണമായും പുറത്തായി. കേരളം ഏറെ നാളായി കാത്തിരുന്ന എയിംസിന് ഇത്തവണയുമില്ല. മികവ് തെളിയിച്ച ടൂറിസത്തിനും പരിഗണന ലഭിച്ചില്ല. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കൈനിറയെ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോഴാണ് ബജറ്റിൽ കേരളം പരാമർശിക്കപ്പെടാതെ പോയത്. കേരളത്തിൽ നിന്നും 2 കേന്ദ്രമന്ത്രിമാർ ഇടം പിടിച്ചതോടെ ഇത്തവണ പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും പതിവ് അവഗണനയ്ക്ക് മാറ്റമുണ്ടായില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ അവഗണന. സംസ്ഥാനത്തിനായി പ്രത്യേകിച്ച് ബജറ്റിൽ ഒന്നും മാറ്റിവെച്ചിട്ടില്ല. അതിവേഗ ട്രെയിൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളത്തിനില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് കാര്യമായ പദ്ധതികളൊന്നും ലഭിച്ചിരുന്നില്ല. ലൈറ്റ് മെട്രോ, ടൂറിസം മേഖലകളിലെ പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനം, റെയിൽവേ വികസനം, സിൽവർ ലൈൻ തുടങ്ങിയ പ്രതീക്ഷകളുമുണ്ടായിരുന്നു. 2 പ്രളയത്തെ നേരിട്ട കേരളത്തെ ബജറ്റിൽ അവഗണിച്ചു. പ്രളയ ദുരിതാശ്വാസ പദ്ധതികളിൽ പോലും കേരളം ഇടം പിടിച്ചിട്ടില്ല. മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ത്യ ഒമാൻ ബിസിനസ് ടു ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. ഷെറട്ടൺ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വികസന അതോറിറ്റി സെക്രട്ടറി ഡോക്ടർ സുധാംശുവിന്റെ നേതൃത്വത്തിൽ കാർഷിക ഭക്ഷ്യമേഖലകളിൽ നിന്നുള്ള 27 ഇന്ത്യൻ കമ്പനികളും 30-ലധികം ഒമാനി കമ്പനികളും പങ്കെടുത്തു. ഇന്ത്യൻ കയറ്റുമതിക്കാരും ഒമാനി ഇറക്കുമതിക്കാരും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയത്തിന് പരിപാടി വേദിയായി. അരി, കോഴി, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ ഇന്ത്യ മികവ് പുലർത്തുന്ന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും നടന്നു. ഖരീഫ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള പുസ്തകമേളയ്ക്ക് തുടക്കം. നഗരസഭയുമായി ചേർന്ന് സൗത്തേൺ സെയിൽ എക്സിബിഷന് സലാല സുൽത്താൻ ഖാബൂസ് യൂത്ത് കോംപ്ലക്സ് ഫോർ കൾച്ചറൽ ആൻഡ് എന്റർടൈൻമെന്റ് സെന്ററിൽ ഒരുക്കിയ പുസ്തകമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം താക്ക വാലി ഷെയ്ഖ് താരിഖ് ഖാലിദ് അൽ ഹിനായി നിർവഹിച്ചു. ആദ്യ ദിവസങ്ങളിൽ തന്നെ കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി ആളുകളാണ് ഇവിടെ എത്തിയത്. ഒമാനിൽ നിന്നും വിദേശത്തു നിന്നുമായി 35ഓളം പ്രസാധക സ്ഥാപനങ്ങളും പുസ്തകശാലകളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിനെ കുറിച്ച് ഗൾഫ് പ്രവാസികൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ധനമന്ത്രിയുടെ പരാമർശങ്ങളാണ് ഗൾഫ് മേഖലയിലെ NRI ബിസിനസ്സുകാരിൽ പ്രതീക്ഷ പകരുന്നത്. 4 കോടി വരുന്ന യുവജനങ്ങൾക്കായി തൊഴിലിനും സ്കിൽ പ്രോഗ്രാമുകൾക്കുമായി 2 ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ആദ്യമായി തൊഴിൽ നേടുന്ന വ്യക്തികൾക്കും യുവതികൾക്കും നൽകുന്ന ഇൻസെന്റീവുകൾ, ഇന്റേൺഷിപ്പുകൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ റോഡ് നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ട്രാഫിക് അധികൃതർ ഒരുങ്ങുന്നു.
റോഡിലെ എമർജൻസി ലൈനുകൾ, ആംബുലൻസ്, പോലീസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനായി നിശ്ചയിക്കപ്പെട്ട പാതയാണെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള അബു ഹസൻ വ്യക്തമാക്കി. എമർജൻസി ലൈനുകൾ അടിയന്തര വാഹനങ്ങൾക്ക് മാത്രമായി മാറ്റിവെക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് പരിശോധനാ നടപടികൾ ശക്തമാക്കിയതായും ട്രാഫിക് വിഭാഗം അറിയിച്ചു. ഈ പാത ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ട്രാഫിക് നിയമലംഘനം നടത്തുന്ന കേസുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ 25 ദിനാർ പിഴയോടൊപ്പം 2 മാസം വരെ തടവും ശിക്ഷയായി ലഭിക്കാം. അതോടൊപ്പം നിയമലംഘനം നടത്തിയ വാഹനം പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികളും അധികൃതർ സ്വീകരിക്കും. സുരക്ഷാപാതയിൽ വാഹനം ഓടിക്കുന്നത് പോലെ തന്നെ കുറ്റകരമാണ് ആ ലൈനിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും. എമർജൻസി വാഹനങ്ങൾ എളുപ്പവും സുരക്ഷിതവുമായി കടന്നു പോകുന്നതിന് ഇത്തരം നടപടികൾ തടസ്സമുണ്ടാക്കും. ഈ കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും ബന്ധപ്പെട്ട അധികൃതർ അഭ്യർത്ഥിച്ചു. ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് ശക്തമായ സംവിധാനങ്ങൾ ഇതിനോടകം നിലവിലുണ്ട്. റോഡിൽ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ ഈ നിയമലംഘനങ്ങൾ പകർത്തുന്നുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതോടൊപ്പം രാജ്യവ്യാപകമായി വിന്യസിച്ചിരിക്കുന്ന ട്രാഫിക് പട്രോളിംഗ് ടീമുകൾ നിയമലംഘകർക്ക് അപ്പോൾ തന്നെ നോട്ടീസും നൽകുന്നുണ്ട്. റോഡിന്റെ വശങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും അറിയിച്ചു. വാഹനങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയോ അടിയന്തരമായി നിർത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ വാഹനങ്ങൾ സുരക്ഷാ പാതയിൽ നിന്നും ഉടൻ മാറ്റണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഷർക്കിയ എക്സ്പ്രസ് വേ പദ്ധതിയുടെ ഭാഗമായി സൂർ അൽകാമിൽ പാതയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിലവിലെ പാത ഇരട്ടിപ്പിച്ചാണ് എക്സ്പ്രസ് വേയുടെ ഭാഗമാക്കുന്നത്. തെക്ക് വടക്ക് ഷർക്കിയ ഗവർണറേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാത. അൽകാമിൽ മുതൽ സൂർ വരെയുള്ള 52 കിലോമീറ്ററും സൂർ റൗണ്ട് എബൌട്ടിൽ നിന്നുള്ള സൂർ പ്ലാസ വരെയുള്ള 3 കിലോമീറ്ററും ഇരുഭാഗങ്ങളിലേക്കും 2 വരി പാതയായി വികസിപ്പിക്കും. 68 ദശലക്ഷം റിയാൽ ചെലവിലാണ് റോഡ് വികസനം. ബംഗ്ലാദേശിലെ നിലവിലുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇവിടേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഒമാൻ പൗരന്മാർക്കും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവിടേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബംഗ്ലാദേശ് സന്ദർശനം ഒഴിവാക്കണമെന്നാണ് മന്ത്രാലയം ആവശ്യപ്പെട്ടത്. നിലവിൽ ബംഗ്ലാദേശിലുള്ള ഒമാനി പൗരന്മാർ അടിയന്തര സാഹചര്യങ്ങളിൽ ധാക്കയിലെ ഒമാനി എംബസിയുമായി ബന്ധപ്പെടാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. പ്രത്യേക ഫോൺ നമ്പറുകളും അധികൃതർ പുറത്തുവിട്ടു. വിദേശത്തുള്ള ഒമാനി പൗരന്മാരുടെ സുരക്ഷിതത്വവും ക്ഷേമവും ഉറപ്പാക്കാൻ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ സർക്കാർ ജോലികളിലെ സംവരണത്തിനെതിരെയുള്ള പ്രതിഷേധം അക്രമാസക്തമായി തുടരുകയാണ്. ധാക്കയിൽ പ്രതിഷേധക്കാർ ജയിലിന് തീയിട്ടു. 100-ലേറെ തടവുകാരെ മോചിപ്പിച്ചതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു.